പരിസ്ഥിതി പരിപാലനത്തിന് വേണ്ടി 3R സിദ്ധാന്തം പരിശീലിക്കാൻ സംഘടനാംഗങ്ങളോട് ആഹ്വാനം ചെയ്ത് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, കുറച്ചുപയോഗിക്കുക, വീണ്ടും ഉപയോഗിക്കുക, പുനർനിർമ്മിക്കുക എന്നിവ ഇൻഫാം അംഗങ്ങൾ വ്യക്തിപരമായി പരിശീലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യനുൾപ്പെടെയുള്ള ജാലങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള സസ്യജാലങ്ങൾ, നമ്മുടെ മണ്ണിലും നമ്മുടെ അന്തരീക്ഷത്തിലുമുള്ള സൂക്ഷ്മാണുക്കൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയിലെ കുന്നുകൾ, മലകൾ, മരുഭൂമികൾ, അഗ്നിപർവ്വതങ്ങൾ, പീഠഭൂമികൾ, പുഴകൾ, കായലുകൾ, കടലുകൾ, കണ്ടൽക്കാടുകൾ, മഞ്ഞും മഴയും മേഘങ്ങളും നിറഞ്ഞ ആകാശം, സൂര്യപ്രകാശമുള്ള ഭൂമി, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിൽ നമ്മളും അതിൻ്റെ ഭാഗമാണ്, മനുഷ്യനും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊരു പശ്ചാത്തലമല്ല, കാരണം അതിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്ന ഒരാളല്ല മനുഷ്യൻ, നമ്മളും അതിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ സത്തയാണ് പരിസ്ഥിതി എന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് ചുറ്റുമുള്ള ജീവന്, മണ്ണ്, പുഴയ്, ആകാശം എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇഴചേർത്ത് നെയ്യപ്പെട്ട വളരെ ലോലവും സുന്ദരവും എന്നാൽ അതിലേറെ സങ്കീർണവുമായ പ്രകൃതി എന്ന വിശ്വകലാരൂപത്തിൻ്റെ സന്തുലിത അവസ്ഥയാണ് പരിസ്ഥിതി എന്ന് വിശേഷിപ്പിക്കുക. സംഘടനാപരമായി ഭൂമി പുനർജീവനത്തിനായി ജൈവവളങ്ങളും, മരുഭൂമിവൽക്കരണത്തെ തടയാൻ കാർഷിക വനവൽക്കരണവും, ആഗോളതാപനത്തെ തടയാൻ വിളക്കണക്കിലും, വരൾച്ചയെ തടയാൻ നീർത്തടാധിഷ്ഠിത വികസന പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് ഇൻഫാം കർമ്മനിരതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കർഷക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് തല തൈ വിതരണത്തിൻ്റെ ഉദ്ഘാടനം താലൂക്ക് രക്ഷാധികാരി ഇമ്മാനുവേൽ മടുക്കക്കുഴി നിർവഹിച്ചു. താലൂക്ക് ഡയറക്ടർ ഫാദർ മാർട്ടിൻ വെള്ളിയാങ്കുളം, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KS മാത്യു മാമ്പറമ്പിൽ, ദേശീയ ട്രഷറർ ജെയ്സൺ ജോസഫ് ചെമ്പ്ലായിൽ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പരിസ്ഥിതി സംരക്ഷണം മനുഷ്യകേന്ദ്രീകൃതമായി പുനർനിർവചിക്കണം എന്ന ആശയവുമായി നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ദേശീയ സെക്രട്ടറി സണ്ണി അഗസ്റ്റിൻ മുത്തോലപ്പുരം ഉദ്ഘാടനം ചെയ്തു.